ജനറൽ എക്സെപ്ഷൻസ് ഇൻ IPC ഓർ BNS. BNSൽ അധ്യായം 3-ൽ സെക്ഷൻ 14 മുതൽ 44 വരെയുള്ള ഭാഗത്താണ് പൊതുവായ ഒഴിവാക്കലുകൾ. BNSൽ അധ്യായം 3-ൽ സെക്ഷൻ 14 മുതൽ 44 വരെയുള്ള ഭാഗത്താണ് പൊതുവായ ഒഴിവാക്കലുകൾ. എന്നാൽ IPCയിൽ അധ്യായം 4-ൽ 76 മുതൽ 106 വരെ ആയിരുന്നു പൊതുവായ ഒഴിവാക്കലുകൾ. ഇവിടെ 14 മുതൽ 44 വരെ അധ്യായം 3-ലാണ്. ഇനി BNS സെക്ഷൻ 19. IPC സെക്ഷൻ പഴയ സെക്ഷൻ ആണെങ്കിൽ 81. 81 തിരിച്ചിട്ട് 18+1 19. BNS സെക്ഷൻ 19 അനിവാര്യത അല്ലെങ്കിൽ നെസസിറ്റി. മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശമില്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് BNS സെക്ഷൻ 19. ഒരു വലിയ കുറ്റം തടയുന്നതിനോ ഒഴിവാക്കുന്നതിനോ വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന ചെറിയ കുറ്റം കുറ്റമായി പരിഗണിക്കേണ്ടതില്ല എന്നതാണ് IPC സെക്ഷൻ 81 ആയിരുന്നു ഇപ്പോഴത്തെ BNS സെക്ഷൻ 19ൻ്റെ അടിസ്ഥാന തത്വം. ഒരു വലിയ കുറ്റം തടയുന്നതിനോ ഒഴിവാക്കുന്നതിനോ വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന ചെറിയ കുറ്റം കുറ്റമായി പരിഗണിക്കേണ്ടതില്ല എന്നതാണ് BNS സെക്ഷൻ 19ൻ്റെ അടിസ്ഥാന തത്വം. ഉദാഹരണം: ഒരു വലിയ അഗ്നിബാധയിൽ തീ പടർന്നു പിടിക്കുന്നത് തടയുവാൻ വീടുകൾ പൊളിച്ചിരുന്നു. മനുഷ്യജീവനോ വസ്തുവോ സംരക്ഷിക്കണമെന്നുള്ള സദുദ്ദേശത്തോടെയാണ് അയാൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ തടയപ്പെടേണ്ടതായിട്ടുള്ള ഹാനി അത്രയധികം ആവശ്യമായിരുന്നുവെന്ന് കാണപ്പെടുന്നുവെങ്കിൽ യാൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയാൽ അയാൾ കുറ്റക്കാരനായി മാറുന്നില്ല. ഒരു വലിയ അഗ്നിബാധയിൽ തീ പടർന്നു പിടിക്കുന്നത് തടയുവാൻ, അതായത് ഒരു വലിയ കുറ്റം തടയുന്നതിനോ ഒഴിവാക്കുന്നതിനോ വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന ചെറിയ കുറ്റം കുറ്റമായി പരിഗണിക്കേണ്ടതില്ല. അതായത് ഒരു വലിയ അഗ്നിബാധയിൽ തീ പടർന്നു പിടിക്കുന്നത് തടയുവാൻ വീടുകൾ പൊളിച്ചിരുന്നു. മനുഷ്യജീവനോ വസ്തുവോ സംരക്ഷിക്കണമെന്നുള്ള സദുദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല. BNS സെക്ഷൻ 19-ലെ അവശ്യ ഘടകങ്ങൾ. മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ടാക്കണമെന്നുള്ള ക്രിമിനൽ ഉദ്ദേശമില്ലാതെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഈ പ്രവൃത്തി അയാൾ സദുദ്ദേശത്തോടെയായിരിക്കണം ചെയ്തത്. ഈ പ്രവൃത്തി അയാൾ ചെയ്യുന്നത് മറ്റൊരു വലിയ ദോഷം തടയുന്നതിനോ ഒഴിവാക്കുന്നതിനോ ആയിരിക്കണം. മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ടാക്കണമെന്നുള്ള ക്രിമിനൽ ഉദ്ദേശമില്ലാതെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഈ പ്രവൃത്തി അയാൾ സദുദ്ദേശത്തോടെയായിരിക്കണം ചെയ്തത്. ഈ പ്രവൃത്തി അയാൾ ചെയ്യുന്നത് മറ്റൊരു വലിയ ദോഷം തടയുന്നതിനോ ഒഴിവാക്കുന്നതിനോ ആയിരിക്കണം. BNS സെക്ഷൻ 20, 21. പഴയ IPC സെക്ഷൻ ആണെങ്കിൽ 82, 83. BNS സെക്ഷൻ 20. പഴയ IPC സെക്ഷൻ 82, 2ൻ്റെ കൂടെ 0 20. BNS സെക്ഷൻ 20. 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് BNS സെക്ഷൻ 20. 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് BNS സെക്ഷൻ 20. ഇന്ത്യയിൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഡോളി ഇൻകാപ്പക്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഡോളി ഇൻകാപ്പക്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ആ കുട്ടിയെ ഒരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ BNS സെക്ഷൻ 20 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല. BNS സെക്ഷൻ 21. പഴയ IPC സെക്ഷൻ 83. പുതിയ BNS സെക്ഷൻ 21ൻ്റെ 2+1 3 83 IPC. 7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ അപക്വമായ ധാരണശക്തിയാൽ ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തിക്കും അയാൾ കുറ്റക്കാരനായിരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന BNS വകുപ്പാണ് സെക്ഷൻ 21. 7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ അപക്വമായ ധാരണശക്തിയാൽ ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തിക്കും അയാൾ കുറ്റക്കാരനായിരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് BNS സെക്ഷൻ 21. 7 വയസ്സിന് മുകളിലുള്ളതും 12 വയസ്സിന് താഴെ പ്രായമുള്ളതുമായ കുട്ടികൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ BNS സെക്ഷൻ 21 പ്രകാരം അവർക്ക് ജനറൽ എക്സെപ്ഷൻ്റെ ഇളവിനായി അപേക്ഷിക്കാം. 7 വയസ്സിന് മുകളിലുള്ളതും 12 വയസ്സിന് താഴെ പ്രായമുള്ളതുമായ കുട്ടികൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ BNS സെക്ഷൻ 21 പ്രകാരം അവർക്ക് ജനറൽ എക്സെപ്ഷൻ്റെ ഇളവിനായി അപേക്ഷിക്കാം. എന്നാൽ ആ അവസരത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളുടെ സ്വഭാവവും ഫലങ്ങളും വിലയിരുത്താൻ കുട്ടിക്ക് വേണ്ടത്ര പക്വത കൈവന്നിട്ടില്ലെന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതായത് BNS സെക്ഷൻ 21 7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടി തൻ്റെ പക്വതയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിക്ക് അയാൾ ഒരിക്കലും കുറ്റക്കാരനായിരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്നു.